മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. ഒരു മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് നീറ്റ് എക്സാമിന്. പറയുന്നത് എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി ഡൗൺവേർഡ് വിത്ത് വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ്. ഫ്രം ദി ടോപ്പ് ഓഫ് എ ടവർ, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡിൽ താഴോട്ട് എറിഞ്ഞു. പിന്നെ പറഞ്ഞു ഇറ്റ് ഹിറ്റ്സ് ദി ഗ്രൗണ്ട് ആഫ്റ്റർ സം ടൈം വിത്ത് എ വെലോസിറ്റി ഓഫ് 80 മീറ്റർ പെർ സെക്കൻഡ്. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ടവർ എത്രയാണെന്നാ? ഒരു ടവർ ഉണ്ട്, ഈ ടവർ ഇങ്ങനെ നിൽക്കുന്നു, ഇത് ഗ്രൗണ്ടാണ്. ഓക്കെ, ഇതിന്റെ മുകളിൽ നിന്ന് നമ്മളൊരു ബോഡിയെ താഴോട്ട് എറിയാണ്. താഴോട്ട് എറിയുന്ന ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 20 മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ എത്ര എടുക്കും? ആക്സിലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ജീൻ്റെ വാല്യൂ. ഇനി അത് താഴോട്ട് വന്ന് ഗ്രൗണ്ടിലെത്തുമ്പോൾ അതിന്റെ ഫൈനൽ വെലോസിറ്റി എത്രയാണെന്നറിയോ? ഫൈനൽ വെലോസിറ്റി 80 മീറ്റർ പെർ സെക്കൻഡ് ആണ്. നമ്മളോട് ചോദിച്ചത് ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എത്രയാണ്? ബിൽഡിങ്ങിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ പാർട്ടിക്കിളിന്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? താഴോട്ട് വരുമ്പോൾ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ആണ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് അല്ല, ബിൽഡിങ്ങിന്റെ ഹൈറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ഓഫ് മോഷൻ ഉപയോഗിക്കാം. v² = u² + 2as യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ വാല്യൂ കിട്ടും? എസിന്റെ വാല്യൂ കിട്ടും. ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ എന്തൊക്കെയാണ് ഉണ്ടാവുക? 80² = 20² + 2 × 10 × h. ഇതാ വിട്ടുക. അപ്പോൾ 80² - 20² = 20h. ഈ ലെഫ്റ്റ് സൈഡ് സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ല വഴി ഇത് a² - b² ആണ്. അതിന് നമുക്ക് a - b × a + b എന്നുള്ള ഫോർമാറ്റിൽ എഴുതാം. അപ്പോൾ 20hന്റെ വാല്യൂ എന്താവും? a - b എന്ന് പറയുന്നത് 80 ആണ് a, 20 ആണ് b. അപ്പോൾ a - b എന്ന് പറയുന്നത് 60, a + b എന്ന് പറയുന്നത് 100 ആണ്. അപ്പോൾ നമുക്ക് ഈ 20യും 60യും കൂടെ കട്ട് ചെയ്താൽ 3 വരും. അപ്പോൾ ഹൈറ്റ് എത്രയാണ് വരുന്നത്? 300 മീറ്റർ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ 3.